ഈ പൊതുപണി മുടക്കിനെ എതിർക്കുന്നവരൊക്കെ കരിങ്കാലികളും കേന്ദ്രത്തിൻ്റെ ജനവിരുദ്ധ തൊഴിൽ നയത്തെ അനുകൂലിക്കുന്നവരുമാണ് എന്ന ഒരു നറേറ്റീവ് കുറഞ്ഞപക്ഷം കേരളത്തിലെങ്കിലും ഉണ്ടാക്കി വിജയിപ്പിക്കാൻ ഇതിൻ്റെ നേതാക്കന്മാർക്ക് സാധിച്ചു. ഈ കേന്ദ്രം പാസ്സാക്കിയ ലേബർ കോഡിൽ എതിർക്കപ്പെടേണ്ടതായ പല കാര്യങ്ങളുമുണ്ട്. അതിനെതിരെ പണ്ട് 2 ദിവസം നീണ്ടു നിൽക്കുന്ന വമ്പിച്ച ഒരു പൊതുപണി മുടക്ക് നടത്തിയതുമാണ്. 3-4 കൊല്ലം മുമ്പാണ്. അതെല്ലാവരും മറന്നുപോയി. ഈ കേന്ദ്രം തന്നെ മറന്നുപോയി ലേബർ കോഡ് പാസ്സാക്കിയ കാര്യം. കേന്ദ്രം പാസ്സാക്കിയ കാർഷിക നിയമങ്ങൾ പഞ്ചാബിലെ സിംഗന്മാരുടെ എതിർപ്പിനെ തുടർന്ന് നടപ്പാക്കിയില്ല, അത് പിൻവലിച്ചു. കേന്ദ്രം പാസ്സാക്കിയ ലേബർ കോഡ് പാസ്സാക്കിയിട്ട് കൊല്ലം 4 നാളിതുവരെ നടപ്പാക്കിയിട്ടില്ല. ഇനി നടപ്പാക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഉള്ള ലേബർ നിയമമൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് മുമ്പോട്ട് പോകാം എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും 2ാം മോഡി സർക്കാരിൻ്റെ കാലത്ത് ഇത് നടപ്പാക്കിയില്ല. 3ാം മോഡി സർക്കാർ നടപ്പാക്കുന്ന മട്ട് കാണാനില്ല. ഇനി കേന്ദ്രം മറന്നുപോയെങ്കിൽ അവർ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനൊരു പൊതുപണി മുടക്ക് നടത്തിയത് എന്ന കാര്യത്തിലും എനിക്ക് സംശയമുണ്ട്. ഇവിടുത്തെ പണിമുടക്കിൻ്റെ വാർത്തകൾ വായിച്ച് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം ഇത് ഗസറ്റിൽ നോട്ടിഫൈ ചെയ്ത് നാളെ തൊട്ട് വേണമെങ്കിൽ നടപ്പാക്കാം. നടപ്പാക്കിയത് തന്നെയാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.